കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നതാണ് പ്രധാനമായ ഒരു ആക്ഷേപം ഗവൺമെന്റിനെതിരെ ഇവിടെ ഉന്നയിച്ചുകൊണ്ട്. നേരത്തെ പല ആക്ഷേപങ്ങളും പറഞ്ഞിരുന്നു, അതെല്ലാം വ്യാജ ആക്ഷേപങ്ങളാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 56,000 കോടി ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. ഓരോ മന്ത്രിമാരും ഓരോ കണക്കാണ് പറയുന്നത്. പക്ഷെ ധനകാര്യമന്ത്രി പലപ്പോഴായിട്ട് പറഞ്ഞു 56,000 കോടി രൂപ ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. 20,000 കോടി രൂപയുടെ GST കുടിശ്ശിക തന്നെ കേരളത്തിനുണ്ട്. ഇതൊക്കെയാണ് ധനകാര്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാം വ്യാജമായിരുന്നു എന്ന് ധനകാര്യമന്ത്രി പാർലമെന്റിലും കേരളത്തിലും വന്നു. നിർമ്മല സീതാരാമൻജി പാർലമെന്റിലും വന്ന് കേരളത്തിലും വന്ന് വ്യക്തമാക്കിയതാണ്. ഇപ്പൊ അതെല്ലാം പറഞ്ഞ 4,700 കോടിയൊക്കെയായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്രധാന കാര്യമായി പറഞ്ഞത് വായ്പാ പരിധി. വ്യക്തമായിട്ടും കേന്ദ്ര സർക്കാർ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. വായ്പ എടുക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. ആർക്കാണ് വായ്പ എടുക്കാൻ അധികാരം? കിഫ്ബി എങ്ങനെയാണ് വായ്പ എടുക്കുന്നത്? ഏത് ഉറപ്പിലാണ് കിഫ്ബി വായ്പ എടുക്കുന്നത്? കിഫ്ബി വായ്പ എടുക്കുമ്പോ അത് ബജറ്റിൽ പെടാതെയാണ് വായ്പ എടുക്കുന്നത്. ബജറ്റിൽ പറയുന്നില്ല, നിയമസഭയെ നോക്കുകുത്തിയാക്കിയിട്ടാണ്. 2 കാര്യങ്ങളിൽ അന്നത്തെ ധനകാര്യമന്ത്രി കുടുങ്ങുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ബാലഗോപാൽ ഇന്നലത്തെ മിനിഞ്ഞാത്തെ ബജറ്റിൽ കിഫ്ബിയെ കുറിച്ച് അധികം പറയാത്തത്. 2 കാര്യങ്ങളിൽ തോമസ് ഐസക് എന്ത് ബഹളം വെച്ചാലും 2 കാര്യങ്ങളിൽ തോമസ് ഐസക് കുടുങ്ങും. തോമസ് ഐസക് വായ്പ എടുത്തിരിക്കുന്നത് രാജ്യത്ത് നിലവിൽ ലഭിക്കുമായിരുന്ന കുറഞ്ഞ പലിശയ്ക്ക് കിട്ടേണ്ട വായ്പയാണ് അധികം പലിശയ്ക്ക് തോമസ് ഐസക് എടുത്തിരിക്കുന്നത്. അതിനാണ് മസാല ബോണ്ട് എന്നൊക്കെയുള്ള പഞ്ചവാര വർത്താനം പറയുന്നത്. തോമസ് ഐസക് രാജ്യത്ത് നിലവിൽ കുറഞ്ഞ പലിശയ്ക്ക് ലഭ്യമാകുമായിരുന്ന വായ്പ അധികം പലിശയ്ക്ക് എടുത്തിരിക്കുന്നു. ദേശീയ ശരാശരിയേക്കാൾ 10% വർധനവാണ് കേരളത്തിന്റെ. കൃത്യമായ കണക്ക് വന്നിരിക്കും. കുറഞ്ഞ പലിശ കിട്ടും. പച്ച മലയാളത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ എക്കണോമിക് ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ല. കുറഞ്ഞ പലിശയ്ക്ക് ലഭിക്കുമായിരുന്ന പലിശ കമ്മീഷൻ ഇടപാടിലൂടെ വലിയ പലിശയ്ക്ക് തോമസ് ഐസക് കിഫ്ബിയുടെ പേരിൽ വാങ്ങിയിരിക്കുന്നു. ഇതിന് അദ്ദേഹം മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, വാങ്ങിയ പണം ഉൽപാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് വിനിയോഗിച്ചിരിക്കുന്നു. വായ്പ എടുത്താൽ, ഒരു മുദ്ര വായ്പ എടുക്കണമെങ്കിൽ നമ്മൾ ബാങ്കിൽ ചെന്നാൽ അത് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന പ്രോജക്റ്റ് ആണോ നിങ്ങൾ അവതരിപ്പിക്കുന്നത്, കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കാതെ ഒരു ബാങ്കും കൊടുക്കില്ല. കൂടുതൽ പലിശയ്ക്ക് വായ്പ എടുത്ത് ദൂർത്തടിച്ചിരിക്കുന്നു. തോമസ് ഐസക് ഈ 2 ചോദ്യത്തിനും മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ബാലഗോപാൽ 2 വാചകങ്ങളിൽ കിഫ്ബി ഒതുക്കിയത്. ഒരു പദ്ധതിയെ കുറിച്ചും പരാമർശമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കേരളത്തിന് വായ്പ എടുക്കാവുന്നതിന്റെ പരിധി വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് രാജ്യത്തിന് തന്നെ കേരളം ഭീഷണിയാവുകയാണ്. ഇന്ത്യ രാജ്യത്തിന് തന്നെ കേരളം ഭീഷണിയാവുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന് അധികാരമില്ലാത്ത മേഖലകളിലാണ് സംസ്ഥാന ഗവൺമെന്റ് അമിതാധികാരം പ്രയോഗിക്കുന്നത്. ഭരണഘടനയ്ക്കപ്പുറത്തുള്ള അധികാരം പ്രയോഗിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് കേരളത്തിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റാണ്. പിരിക്കേണ്ട ടാക്സ് പിരിക്കാൻ കഴിയുന്നില്ല. CNDG പറഞ്ഞതാണ്, BJP പറഞ്ഞതല്ല. CNDG പറഞ്ഞു പിരിക്കേണ്ട ടാക്സ് പിരിക്കുന്നില്ല. 25,000 കോടി രൂപയെങ്കിലും പിരിഞ്ഞു കിട്ടാനുണ്ട്. അതിനെക്കുറിച്ച് ഒരു പരാമർശവും ധനകാര്യമന്ത്രി ബജറ്റിൽ പറഞ്ഞില്ല. ഇങ്ങനെ ഒരു 10-16 ചോദ്യങ്ങൾ, ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലമായിട്ട് നൽകിയിട്ടുണ്ട്. ഒരല്പമെങ്കിലും ആത്മാർത്ഥത കേരളത്തിലെ ജനങ്ങളോടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇതിന് മറുപടി പറഞ്ഞിട്ട് വേണം ദില്ലിയിൽ കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ. ധനകാര്യമന്ത്രി ബാലഗോപാൽ ഇതിന് മറുപടി പറഞ്ഞിട്ട് വേണം ദില്ലിയിൽ സമരം നടത്താൻ. അപ്പൊ ദില്ലിയിലെ സമരം കൂടുതൽ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ. കേരളത്തിന് ഒരു പ്രയോജനവും ഈ സമരം ഉണ്ടാവില്ല. കേരളത്തിൽ ആരും തന്നെ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള ന്യായം കേരളത്തിൽ വിലപ്പോവില്ല. 2004 മുതൽ 2014 വരെ UPA ഗവൺമെന്റ്, ഒന്നാം UPA ഗവൺമെന്റിൽ LDF ഉണ്ടായിരുന്നു. UPA ഗവൺമെന്റ് കേരളത്തിന് നൽകിയ ടാക്സ് ഷെയർ പദ്ധതികൾ എല്ലാം ഞങ്ങൾ എണ്ണി കേരളത്തിലെ ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 2014 മുതൽ 24 വരെ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ എന്ത് നൽകി എന്നുള്ളതും കൃത്യമായിട്ട് ഞങ്ങൾ ജനങ്ങൾ മുമ്പിൽ വെക്കുക. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതിൽ ഒരു തരത്തിലുള്ള
പിന്നെ കൃത്രിമം കാണിക്കാൻ കഴിയില്ല. കൃത്യമായിട്ട് ഞങ്ങൾ UP എന്ത് ചെയ്തു, ND എന്ത് ചെയ്തു, ഞങ്ങളത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒരു പദ്ധതിയും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ തടസ്സം സൃഷ്ടിച്ചിട്ടില്ല. ഒരു പ്രോജക്റ്റിനും കേന്ദ്രം പണം നീക്കി വയ്ക്കാതിരുന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ നെൽകർഷകൻ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ പോലും കേന്ദ്രം കൊടുക്കാനുള്ള പൈസ അണാപ്പായി തീർത്ത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. ജൽജീവൻ മിഷൻ സെൻട്രൽ ഫണ്ട് മുടങ്ങിയിട്ടില്ല. PMAY സെൻട്രൽ ഫണ്ട് മുടങ്ങിയിട്ടില്ല. മൻരേഗ തൊഴിലുറപ്പ് പദ്ധതി സെൻട്രൽ ഫണ്ട് മുടങ്ങിയിട്ടില്ല. കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കുറ്റം കൊണ്ട് ഒരു പദ്ധതിയിലും മുടങ്ങിയിട്ടില്ല. കേന്ദ്രം നേരിട്ട് നടത്തുന്ന റെയിൽവേ, റോഡ്, ഇതിലെല്ലാം അഭൂതപൂർവമായിട്ടുള്ള വർധനവാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത്. ടാക്സ് ഷെയറിന്റെ കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷം കിട്ടിയത് സർവകാല റെക്കോർഡാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ കിട്ടിയ സംസ്ഥാനം കേരളമാണ്. GST കോമ്പൻസേഷനിൽ ഒരു വിവേചനവും മോദി സർക്കാർ കേരളത്തോട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് കാപട്യമാണ് ഡൽഹിയിൽ നടത്തുന്നത്. UDF അതിനോടുള്ള നിലപാട് പറയണം.